അഭിനേത്രിയായതുകൊണ്ട് രേഖയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അതിനുള്ളിലെ ഓരോ അധ്യായങ്ങളും വിങ്ങുന്ന ഓർമ്മകൾ നിറഞ്ഞവയാണ്. ബോളിവുഡിലെ ഈ താരറാണിയുടെ ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞതും അത്ര തന്നെ വിവാദപരമായ ഒന്നായിരുന്നു പിതാവ് ജമിനി ഗണേശനുമായുള്ള ബന്ധം. തന്റെ പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പോലും രേഖ പങ്കെടുത്തില്ല. അവർക്കിടയിലെ സങ്കീർണ ബന്ധവും എക്കാലത്തും ആരാധകർ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ഒരു അഭിനേത്രിയായി വർണ്ണാഭമായ സിനിമാ ജീവിതത്തിന്റെ തിരക്കിനിടയിലും രേഖയെ എന്നും വേട്ടയാടിയത് തന്റെ ജനനത്തെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകളായിരുന്നു. ഇതിഹാസ താരം ജമിനി ഗണേശിന്റെയും നടി പുഷ്പവല്ലിയുടെയും മകളായി ജനിച്ച രേഖയ്ക്ക് ഒരു മകൾക്ക് ലഭിക്കേണ്ട അംഗീകാരമോ സ്നേഹമോ പിതാവിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. തന്റെ കൗമാരകാലം മുഴുവൻ അവിഹിത സന്തതി എന്ന വിളിപ്പേരും അപമാനവും സഹിച്ചാണ് രേഖ ജീവിച്ചത്. ജമിനി ഗണേശന്റെ വിവാഹേതര ബന്ധത്തിലുണ്ടായ മകളായിരുന്നു രേഖ. യഥാർത്ഥ പേര് ഭാനുരേഖ എന്നാണ്. ജമിനി ഗണേശൻ തന്റെ ഔദ്യോഗികമായ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നതിനാൽ രേഖയുടെ കുട്ടിക്കാല ഓർമ്മകളിലൊന്നും തന്നെ അച്ഛന്റെ സാന്നിധ്യമോ സ്നേഹമോ വാത്സല്യമോ ഇല്ലായിരുന്നു. രേഖ ഒരിക്കൽ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ അദ്ദേഹം പോയിരുന്നു. എനിക്കതുകൊണ്ട് ആ ഓർമ്മകളില്ല. നമുക്കൊരിക്കലും രുചിച്ചു നോക്കാൻ കഴിയാത്ത ഒന്നിനെ നമ്മൾ മിസ് ചെയ്യില്ലല്ലോ. അതുപോലെയായിരുന്നു എനിക്ക് അച്ഛൻ എന്ന വാക്കും. വർഷങ്ങൾക്ക് ശേഷം രേഖ സിനിമയിൽ പേരെടുത്തു തുടങ്ങിയപ്പോഴാണ് ജമിനി ഗണേശൻ രേഖയുടെ പിതാവാണെന്ന സത്യം പുറത്തു വന്നു തുടങ്ങിയത്. ഇത് കാലത്തിന്റെ കാവ്യനീതിയാവാം. രേഖ പഠിച്ചിരുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ജമിനി ഗണേശന്റെ മറ്റു മക്കളും പഠിച്ചിരുന്നത്. തന്റെ അച്ഛൻ സഹോദരിയെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് രേഖ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. എന്നാൽ ആ ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ നോക്കി നിൽക്കുന്ന സ്വന്തം മകളെ മനസ്സിലാക്കാൻ ഒരിക്കൽ പോലും ആ പിതാവ് ശ്രമിച്ചിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ജമിനി ഗണേശന്റെ മറ്റൊരു മകളായ നാരായണി ഗണേശ് തന്റെ പുസ്തകത്തിൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. തന്റെ പിതാവ് തന്നെയാണ് ഭാനുരേഖയുടെയും പിതാവ് എന്നറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നാണ് നാരായണി കുറിച്ചത്. ജമിനി ഗണേശൻ കൂടെയില്ലെങ്കിലും പുഷ്പവല്ലി എപ്പോഴും അച്ഛനെക്കുറിച്ച് മകളോട് സംസാരിക്കുമായിരുന്നു. ജമിനി ഗണേശനോടുള്ള സ്നേഹവും ബഹുമാനവും പുഷ്പവല്ലി ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിച്ചു. സാമ്പത്തിക ബാധ്യതകൾ കാരണം രേഖയ്ക്ക് പഠനം തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല. 14 വയസ്സിൽ രേഖയ്ക്ക് പഠനം നിർത്തി സിനിമയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. തെന്നിന്ത്യൻ സിനിമയിൽ തന്റെ വേരുകൾ ഉറപ്പിക്കാൻ ജമിനി ഗണേശന്റെ സ്വാധീനം രേഖയെ സഹായിച്ചില്ല. തുടർന്ന് രേഖ ബോളിവുഡിലേക്ക് ചുവടുമാറ്റുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 1990-ൽ മുകേഷ് അഗർവാളുമായുള്ള രേഖയുടെ വിവാഹ ചടങ്ങിൽ ജമിനി ഗണേശൻ പങ്കെടുത്ത് മകളെ അനുഗ്രഹിച്ചു. 1994-ൽ ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു ഫിലിം ഫെയർ അവാർഡ് വേദിയിൽ വെച്ചാണ് ജമിനി ഗണേശൻ ആദ്യമായി രേഖയെ പരസ്യമായി അംഗീകരിച്ചത്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം രേഖയെ ബോംബെയിൽ നിന്നുള്ള എന്റെ പ്രിയപ്പെട്ട കുട്ടി എന്ന് വിശേഷിപ്പിച്ചു. അന്ന് വേദിയിൽ വെച്ച് അച്ഛന് പുരസ്കാരം സമ്മാനിച്ച രേഖ പറഞ്ഞത്, എന്റെ അച്ഛനോടൊപ്പം ഈ വേദി പങ്കിടാൻ കഴിയുന്നത് ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് എന്നാണ്. അന്നവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. 2005-ൽ ജമിനി ഗണേശൻ അന്തരിച്ചപ്പോൾ രേഖ അദ്ദേഹത്തെ കാണാനെത്തിയില്ല. അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ ഇതിനെക്കുറിച്ച് രേഖ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എന്തിനു ദുഃഖിക്കണം? അദ്ദേഹം എന്റെ ജീനുകളിലൂടെയും ചിന്തകളിലൂടെയും എന്നും എന്നോടൊപ്പം തന്നെയുണ്ട്. അദ്ദേഹത്തോടൊപ്പം മോശം നിമിഷങ്ങൾ പങ്കിടേണ്ടി വന്നില്ല എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്റെ സങ്കല്പത്തിൽ അദ്ദേഹം എന്നും മനോഹരമായി ജീവിക്കുന്നു. അങ്ങനെ ലോകം എന്തു പറഞ്ഞാലും തനിക്ക് നിഷേധിക്കപ്പെട്ട പിതൃസ്നേഹത്തെ തന്റെ സങ്കല്പങ്ങളിലൂടെ മനോഹരമാക്കുകയായിരുന്നു രേഖ. ഒക്ടോബറിൽ തന്റെ 71-ാം ജന്മദിനം ആഘോഷിച്ച രേഖ തന്റെ ജീവിതത്തിലെ കയ്പും മധുരവും നിറഞ്ഞ ഓർമ്മകളുമായി ഇന്നും ബോളിവുഡിലെ സൗന്ദര്യമായി നിലനിൽക്കുകയാണ്.